ജയം പ്രതീക്ഷിച്ച ബി.ജെ.പിക്ക് പാലക്കാട് കിട്ടിയ കനത്ത പരാജയം പാർട്ടിക്കുള്ളിലും പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജിന് പിന്നാലെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ സുരേന്ദ്രൻ തരൂരും രംഗത്ത് വന്നു. പാർട്ടി പ്രചാരണത്തിന് മറ്റ് ഭാഗങ്ങളിലെ നേതാക്കൾക്ക് ചുമതല നൽകിയതും പ്രാദേശിക നേതാക്കളെ അകറ്റിയതും തിരിച്ചടിയായെന്ന് സുരേന്ദ്രൻ തരൂർ പറഞ്ഞു. പുറത്തുനിന്നുള്ള കുറച്ച് ആളുകളെ കൊണ്ടുവന്നു. ആ പുറത്തുനിന്നുള്ള ആളെ കൊണ്ടുവന്ന ലോക്കലായിട്ടുള്ള ആളുകൾക്ക് അത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ആ സൗകര്യങ്ങളിൽ ഒരു കാഭാഗമെങ്കിലും ലോക്കൽ ആളുകൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് മതിയായിരുന്നു ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ എന്നുള്ളൊരു അഭിപ്രായങ്ങളും താഴെക്കടയിലുണ്ട്. കൃഷ്ണകുമാറിന് ജയിക്കണമെന്നുണ്ടായിരുന്നില്ലെന്നും സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ബി.ജെ.പിക്ക് തിരിച്ചടിയായതെന്നും സന്ദീപ് വാര്യരും കൂട്ടിച്ചേർത്തു. പക്ഷേ ബി.ജെ.പിയുടെ ഒരു ഡിബാക്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പിഴവാണ്. അതൊരു പിഴവ് എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലെ ബി.ജെ.പിയെ നിയന്ത്രിക്കുന്ന ഒരു കോക്കസ് ഉണ്ട്. അത് കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, കൃഷ്ണകുമാർ അടങ്ങുന്ന ഒരു കോക്കസാണ്. ബി.ജെ.പി ആരുടെയും വഖഫ് പ്രോപ്പർട്ടി അല്ലെന്ന് പറഞ്ഞ് ബി.ജെ.പി സംസ്ഥാന സമിതി അംഗവും മീഡിയ പാനലിസ്റ്റുമായ സി.വി. സജിനിയും രംഗത്ത് വന്നു. എന്നാൽ നഗരസഭയ്ക്കെതിരായ ദുഷ്പ്രചാരണമാണ് പരാജയത്തിന് കാരണമെന്ന വിചിത്ര ന്യായമാണ് സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാർ നിരത്തുന്നത്. നഗരസഭയുടെ അല്ലാത്ത കുറ്റത്തിന് നഗരസഭയെ ശിക്ഷിക്കുന്ന ഒരു സമീപനം, നഗരസഭയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സമീപനം രണ്ട് മുന്നണികളും ഒരു പ്രചരണം തന്നെ നടത്തി. അത് നിഷ്പക്ഷമായിട്ടുള്ള വോട്ടർമാരുടെ ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കി. ബി.ജെ.പിയുടെ വോട്ട് ചോർച്ച ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത വർഷം നടക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.